ഇന്ന് നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നൊരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാനിവിടെ 1/2 കിലോന് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് പകുതി എടുത്ത് ആദ്യം ഫ്രൈ ചെയ്യാം. ഒന്നിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ പകുതി എടുത്ത് ആദ്യം ഫ്രൈ ചെയ്തിട്ട് പിന്നെ പകുതി ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒരുപാട് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പകുതി കുക്കാകുമ്പം തന്നെ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കി കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയെല്ലാം ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ ഒരു ഫ്രൈ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാല ഉരുളക്കിഴങ്ങിന് മുഴുവനായിട്ട് പിടിക്കുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ്. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ്. ഇപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങിലും നന്നായിട്ട് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഈ മസാലൻ്റെ എല്ലാം ഒരു പച്ചച്ചുവ പോകുന്ന വരെ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ നിങ്ങൾക്ക് എണ്ണ നന്നായിട്ട് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഈ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കെച്ചപ്പ് ചേർക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഈ ഒരു കെച്ചപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫ്രൈക്ക് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഈ കെച്ചപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഫ്രൈ ആണിത്. അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് മുളക് പൊടിയെല്ലാം കുറച്ച് ചേർത്താൽ മതി. അത് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.